കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, 4 മനുഷ്യരെ പറഞ്ഞില്ല. കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചോദ്യം ഇതാണ്, വിശ്വാസം കാണാൻ കഴിയുമോ കാണാൻ കഴിയാത്ത കാര്യമാണ്? ഇത് പറഞ്ഞാൽ പ്രസംഗം തുടങ്ങില്ല. വിശ്വാസം കാണാൻ കഴിയുമോ കാണാൻ കഴിയാത്ത കാര്യമാണ്. കുഞ്ഞു നിൽക്കട്ടെ, ശിശുക്കളെ എന്റെ അടുക്കൽ വരാൻ വിടുന്നതെന്നാണ്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കേണ്ട, അവര് കളിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ആരാധനയ്ക്കുമില്ല. ഇപ്പൊ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. വിശ്വാസം കാണാൻ കഴിയുമോ കാണാൻ കഴിയാത്ത കാര്യമാണ്? കഴിയും. അച്ഛൻ പറയുന്നത് കഴിയും. ആർക്കെങ്കിലും എതിരഭിപ്രായം ഇല്ല? കാണിച്ചു തരോ? യെസ് എന്നല്ല, കഴിയുമില്ലേ? കഴിയും. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? നല്ല വഴിയാണ് കേട്ടോ. ഒരാൾ പറഞ്ഞ എല്ലാവരും പിന്താങ്ങുന്നുണ്ട്, സന്തോഷമാണ്. വിശ്വാസം കാണാൻ കഴിയും. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. ഒരാൾ വായിച്ചേ. മർക്കോസ് 2. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആരുടെ? മതി, ഇനി വചനത്തിലേക്ക് നമുക്ക് ചെല്ലാം. കർത്താവായ യേശു ക്രിസ്തു, ഇനി എന്നെ ശ്രദ്ധിക്കണേ, കർത്താവായ യേശു ക്രിസ്തു കവർന്നഭൂം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. ഈ കവർന്നഭൂം എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരല്ല. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് കവർന്നഭൂം എന്ന് പറയുന്നത് ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ആ പേരിൽ തന്നെ ഉണ്ട്. ആരുടെ പേരിലായിരിക്കും അറിയുന്നത്? കവർന്നഭൂം. പഴയ നിയമത്തിലെ ഒരാളുടെ പേരിൽ അറിയുന്നത് നഹൂം. നഹൂം പ്രവാചകന്റെ പട്ടണം, അത്രയുള്ള അർത്ഥം. നഹൂം പ്രവാചകൻ ജീവിച്ചിരുന്ന സ്ഥലത്ത്, ആ പ്രവാചകന്റെ പേരിലാണ് ഇന്നും ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പൊ യേശു അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു. യേശു അവിടെ ഒരു വീട്ടിൽ വന്നു. ഭൂരിഭാഗം വേദശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത് യേശു വന്ന വീട് പത്രോസിന്റെ വീടെന്നാണ്. യേശുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ വീടെന്നാണ് അഭിപ്രായം. നമുക്ക് അങ്ങോട്ട് പോട്ടാം. യേശു ഈ വീട്ടിൽ വന്നപ്പോൾ നാട് മുഴുവനും ശ്രുതിയായി. യേശു ഈ വീട്ടിൽ വന്നുള്ള വാർത്ത നാട് മുഴുവനും പരന്നു. പ്രിയപ്പെട്ടവരെ, വാതിൽക്കലും ജനൽക്കലും ഇടവില്ലാതെ വണ്ണം ജനം ഇങ്ങനെ തടിച്ചുകൂടി, അല്ലേ? ഞാൻ പറയും, നിങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ലെന്നേ. എന്നെ പോലത്തെ ആൾക്കാര് പാട്ടും പ്രാർത്ഥനയും പ്രസംഗമായിട്ടൊക്കെ ജീവിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാര്. കാരണം 4 പേർ ഒരു പക്ഷപാത രോഗിയെ ചുമന്നു കൊണ്ടുവന്നപ്പോ ലേശം പോലും സ്ഥലം മാറിക്കൊടുക്കാൻ മനസ്സില്ലാത്ത, കണ്ണീ ചോരയില്ലാത്ത വിശ്വാസം. കയ്യടി, ഹല്ലേലൂയ, പരിപാടികളൊക്കെ ഗംഭീരം. യേശുവിന്റെ ചുറ്റും ഇങ്ങനെ ജനമൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ 4 പേർ ഒരു പക്ഷപാത രോഗിയെ ചുമന്നു കൊണ്ടുവന്നപ്പോൾ ഒരു മനുഷ്യൻ നീങ്ങി കൊടുക്കുന്നില്ല. കണ്ടിട്ടും, ഞാൻ എന്റെ ഭാഷയെ പറയുകയാണ്, കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുക. ഈ 4 പേർ എന്ത് ചെയ്തെന്നറിയാമോ? ആരോടും പരിഭവം പറഞ്ഞില്ല, തിരിച്ചുപോയില്ല, കരഞ്ഞില്ല. നമ്മളെങ്കിൽ കരയും, അമ്മാര് മാറി തരുന്നില്ലല്ലോ, കരയും, അല്ലെങ്കിൽ തിരിച്ചു പോകും. ആരുടെ വീടാണെന്ന് പോലും നോക്കിയില്ല. വീടിന്റെ മുകളിൽ കയറി അങ്ങോട്ട് തട്ട് പൊളിച്ച് രോഗി യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ വാക്യം, 5-ാം വാക്യം, യേശു അവരുടെ വിശ്വാസം. യേശു എന്താ കണ്ടേ? 6 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ആരാണ് വിശ്വാസി? ഈ ചുമ്മാ പാട്ട് പാടലെന്നല്ല കേട്ടോ, പ്രഹസനമല്ല വിശ്വാസ ജീവിതം. ആരാണ് വിശ്വാസി? 3 പിള്ളേര് ഇവിടെ നിന്ന് ഇപ്പൊ മിസ്സിംഗ് ആയി. ആ പിള്ളേര് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറത്ത് കളിക്കുകയാണെങ്കിൽ അവരെ അകത്താക്കുക. ബൈബിളൊരു വാക്യമുണ്ട്, 2 പേര് ഒരുമിച്ചിരിക്കും, ഒരാളെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണെങ്കിൽ ആൾക്കാർ കാണാതാവുന്നേ. ശ്രദ്ധിക്കുക. ആരാണ് വിശ്വാസി? യേശു അവരുടെ വിശ്വാസം കണ്ടെങ്കിൽ യേശു അവരിൽ കണ്ട 6 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇങ്ങനെ പറയും, മനസ്സു തുറന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് വിശ്വാസം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ 4 പേർക്ക് വേണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. പോയിക്കൂടെ? കർത്താവ്, ഇവിടെ വേദനയാണ് കർത്താവ്. ഇന്ന് നമ്മളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഭയങ്കര തലവേദനയാണ് കർത്താവ്.
തമ്പുരാനെ എന്റെ വാക്ക് എൻട്രൻസ് വേണം ദൈവമേ. മനുഷ്യൻ ഇന്ന് അവനവന്റെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു വലിയ ലിസ്റ്റും കൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ഈ 4 പേർ വരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവന്റെ വീടിനടുത്ത് കിടക്കുന്ന മനുഷ്യൻ, അത് അപ്പനാകാം, അമ്മയാകാം, ബന്ധുവാകാം, ചാർച്ചക്കാരനാകാം, അയൽവാസിയാകാം, മറ്റൊരു ജാതിയിൽപ്പെട്ടവനാകാം, മറ്റൊരു മതത്തിൽപ്പെട്ടവനാകാം, എക്സാമോയ് എത്രയോ കാലമായി തന്റെ വീടിനടുത്ത് കിടക്കുന്ന മനുഷ്യൻ ഒന്ന് എഴുന്നേറ്റിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ മനുഷ്യനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരാൻ ഒരു മനസ്സ് തുറന്നൊരു സ്നേഹം കാണിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്ന് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നീയും ഞാനും ഒരു അപ്പനെ സ്നേഹിക്കാൻ പറ്റണം. ഇത് അപ്പനിട്ട് കൊടുത്തിട്ട് അവൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളല്ല കേട്ടോ, എന്റെ നാട്ടിലെ കാര്യം പറയുന്നത്. അമ്മ കോഴിക്ക് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് മെനിഞ്ഞാന്നത്തെ കാര്യമാണ്, കത്തി പിടിച്ചു വാങ്ങിച്ച് അമ്മയുടെ കഴുത്തറുത്തു. ഇന്ന് ഞാൻ വന്ന് ഒന്നിങ്ങോട്ട് കയറുന്നതിന് മുൻപ് ഞാനൊന്ന് ഓൺലൈൻ വാർത്ത നോക്കിയപ്പോൾ എന്റെ നാട് അത്യാവശ്യം ഇല്ല, എന്റെ നാട് പ്രയാസം തോന്നരുത് എന്ന് പറഞ്ഞ് നാളെ മൊത്തം സ്ട്രൈക്ക് ആക്കരുത്, വരാതിരിക്കരുത്. അത്യാവശ്യം പോകാം. ഈ പിള്ളേര് കൊള്ളാല്ലേ, വന്നല്ലോ തിരിച്ച്. മനസ്സ് തുറന്ന് എനിക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമോ? വിഷയം എന്തോ ആകട്ടെ, നിന്നെ നശിപ്പിച്ചവനാകട്ടെ, നിന്നെ തകർത്തവനാകട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശുദ്ധ ബൈബിളിലെ മനോഹരമായ ഒരു വാക്യം ഞാൻ പറയട്ടെ. മനുഷ്യനെ സ്നേഹിക്കാതെ നിനക്ക്, ബാക്കി നിങ്ങൾ പറയണം, നിനക്ക് വിശ്വാസിയല്ല. മനുഷ്യനെ സ്നേഹിക്കാതെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ അപ്പൊ കാര്യം നമുക്കറിയാം. മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതൊരു കൃപയാണ് കേട്ടോ. ഉപദ്രവിച്ചവന്റെ മുഖത്ത് നോക്കി സ്നേഹിതാന്ന് വിളിക്കാൻ കഴിയണമെങ്കിൽ അതൊരു, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത യേശു വിളിച്ച പേരെന്താണ്? സ്നേഹിത. എന്റെ കൺവെൻഷൻ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം എന്റെ തുടക്ക സമയത്താണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. അന്ന് അവിടെ ഇരിക്കുന്ന ഒരു ഉപദേശിയാണ്. ഞങ്ങൾ അവിടെ വിളിക്കുന്ന പേര് ഉപദേശി, സുവിശേഷകൻ. സുവിശേഷകൻ ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പേര്. ഒരു സുവിശേഷകൻ ഇരുപണം. എനിക്ക് കുപ്പായൊന്നുമില്ല. ഒരു കസേരയിൽ ഞാൻ ഇടുന്നു, 3 കസേര ഇടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കസേരയിൽ ആരെങ്കിലും ഇരിക്കാനുണ്ടോ? അപ്പൊ ഈ ചോദിച്ച സമയത്ത് ഈ ഉപദേശിയാര് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ സെക്രട്ടറിക്കാണ് പ്രധാന റോള്. അവിടെ കൈക്കാരന്മാരെന്നില്ല. ഡീക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിക്കാരെ, വ്യത്യാസമുണ്ട്. സെക്രട്ടറി ആരാധന സമയത്ത് ഇവിടെ വന്നിരിക്കും, വിശേഷ ആരാധനയിൽ. കുഴപ്പമില്ല കേട്ടോ, ഇരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ പാരമ്പര്യമാണ്. ആരാധന തുടങ്ങി 7 മണിക്ക് ആരാധന തുടങ്ങി. 7:30 8 8:30 9 മണിക്ക് തീരും. ഈ 8:45 കഴിഞ്ഞത് വാഴിക്കകത്ത് നിന്ന് പെരിച്ചാടി ചാടി വരുമ്പോൾ ഒരു സാധനം ഓടി വന്ന് ഇവിടെ വെള്ളയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല കേട്ടോ, ശരീരമൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം ഈ വൈബ്രേറ്റ് ചെയ്തപ്പോ കൺവെൻഷനാണ്, ഒത്തിരി ഉയരൊക്കെ. ഇനി ഏതെങ്കിലും ഉയർ വല്ലവന്റെ അടിയിൽ എർത്തു വല്ലതാണോ? അല്ല, സ്പിരിച്വലാണ്. ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം പറയുന്നു, വിവിധ ഭാഷകൾ പറയുന്നു. ഇതിലൊന്നും ഞാൻ എതിരല്ല, ഒന്നും എതിരല്ല. 3ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ പോകാതിരുന്നപ്പോൾ വാർദ്ധക്യത്തിലുള്ള ഒരു മാതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അമ്മച്ചിയുടെ തോളത്ത് ഞാൻ കൈവച്ചിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നതാ പ്രാർത്ഥനാ വിഷയം? അമ്മച്ചി പറഞ്ഞു, മക്കളെ ഈ പള്ളിയിലെ സെക്രട്ടറി ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനാണ്, 30 വയസ്സ് പ്രായം വരും, അതെന്റെ മോനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, നല്ല മോൻ അമ്മച്ചി. അങ്ങനെയൊക്കെ എന്നെ പറയാൻ പറ്റും. നല്ല ആത്മീയമുള്ള മോൻ അമ്മച്ചി, ഒരു നാട്ടും പുറത്തുകാരി അമ്മച്ചി, ഒരു മുക്ക അങ്ങോട്ട് നോക്കി, ആത്മീയ. 「」 അടുത്ത വാക്ക് ഇങ്ങനെയാണ്, മക്കളെ, 「 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 " 「 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
അവന്റെ വിഷയത്തെ ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പറയാൻ പറ്റി, ഞാൻ ആരെടുത്തും പറയത്തില്ല. ഞാൻ പിന്നെ ആരെടുത്തും പറഞ്ഞിട്ടില്ല. പോയ എല്ലാ സ്ഥലത്തും കൺവെൻഷനിൽ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക, ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പറയുന്നു. മക്കളെ, കഴിഞ്ഞ 5 വർഷമായി അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട്. അമ്മച്ചിയുടെ സങ്കടമാണ്. മക്കളെ, അവൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്, വീട്ടിനകത്ത് തന്നെ കേൾക്കണ്ട. മക്കളെ, അവൻ എനിക്ക് വസ്ത്രം തരണ്ട, എനിക്ക് ഭക്ഷണം തരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. പക്ഷേ മക്കളെ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും അവൻ എന്നെ അമ്മ എന്ന് വിളിക്കണം. ഹല്ലേലൂയ. ആരെ തോപ്പിക്കാനായി പരിപാടി? എത്ര വിറപ്പിച്ചാലും ദൈവം വിറയ്ക്കുമോ? പ്രകടനങ്ങളും പ്രഹസനങ്ങളും അല്ല ക്രിസ്തീയ ജീവിതം. എടാ, അപ്പനെ നോക്ക്, അമ്മയെ നോക്ക്, ഭാര്യയെ നോക്ക്, മക്കളെ നോക്ക്, അയൽവാസിയെ നോക്ക്. മനസ്സ് തുറന്ന് സ്നേഹിച്ച് എനിക്ക് നിനക്കും ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞാനും നീയും ഒരു ആണോ? 38 വർഷം ഒരു മനുഷ്യൻ ഒരു കുളത്തിന്റെ കരയിൽ കിടന്നു. ഏത് കുളം? കേട്ടില്ല? ബെതസ്ത. അച്ഛന്മാരിരിക്കുന്നതോട് ഒന്ന് ചോദിക്കണം. എല്ലാ അച്ഛന്മാരും പറയുക. ബെതസ്ത എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു പദമാണ്. ബേത്ത് ഭവനം, ബേത്ത് ലഹേം, ലഹേം അപ്പം, ബെതസ്ത കരുണയുടെ ഭവനം. അവിടെ ഒരു മനുഷ്യൻ കിടന്നു, അല്ലേ? ഒന്നല്ല, ഒത്തിരി പേര് കിടന്നോ? എന്ത് അസുഖമായിരുന്നു? എനിക്കല്ല, കിടന്നാക്ക് പറ. എന്ത് അസുഖങ്ങളാണ് അവിടെ കിടന്നത്? എന്നോട് ക്ഷമിക്കുക, വചനം പഠിക്കുക. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ശക്തി മാത്രമേ ഉള്ളൂ, വചനമില്ല. കൃപയും കൃപാഫലങ്ങളും കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ്, വചനമില്ല. 38 വർഷം ബെതസ്ത കുളത്തിന്റെ കരയിൽ കിടന്ന രോഗിയുടെ അസുഖം എന്താണ്? കുഷ്ഠരോഗം, കഷ്ടം, തളർവാദം, 2 അസുഖമായി. അടുത്ത് പക്ഷപാതം, കുഴപ്പമില്ല, തളർവാദമായിട്ട് സാമ്യമുള്ളതാണ്. പുതിയ ഏതെങ്കിലും അസുഖം? അവിടെ ഒരു തീരുമാനം എടുത്ത്, ഞാൻ ഒരു അക്ഷരം ഞാൻ മുണ്ടില്ല. കസേര എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരും തുറന്നു നോക്ക് ബൈബിൾ, എന്താണ് ശരിക്കും അയാൾ അസുഖം? അതിനറിയണ്ടേ എവിടെ കിടക്കുന്നതെന്ന്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 4 വരെ ഒന്ന് മനസ്സിൽ വായിച്ച്, ഈ 38 വർഷം ഈ രോഗിയായി കിടന്ന മനുഷ്യന്റെ അസുഖം എന്താണ്? കുഷ്ഠമാണോ, തളർവാദമാണോ, പക്ഷമാണോ? പെട്ടെന്ന് നോക്ക്. നാല് വാക്യം പെട്ടെന്ന്. എന്താണ് അസുഖം? 38 വർഷം ഒരു മനുഷ്യൻ ബെതസ്ത കുളത്തിന്റെ കരയിൽ കിടന്നിരുന്നു. രോഗം പറയുന്നില്ല. കുരുടനായിരിക്കാം, ഉറപ്പില്ല. ചെകിടനായിരിക്കാം, ഉറപ്പില്ല. തളർവാദ രോഗിയായിരിക്കാം. ഞാൻ പറയും അതല്ല, ഉറപ്പിക്കാം, തെളിയിക്കാൻ. ഒരു മനുഷ്യൻ കിടന്നാൽ പിന്നെ നമ്മൾ ഏറ്റു, അതാണ് ഈ തളർവാദം, കുഷ്ഠം. നമ്മൾ പിന്നെ അവൻ അടിച്ചു കൊടുക്കില്ല, അവനൊരു ലേവല്, അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? നിനക്ക് സൗഖ്യമാകാം. എന്തിനാ അങ്ങനെ ചോദിച്ചേ? 38 വർഷം ഒരു മനുഷ്യൻ ഈ കുളത്തിന്റെ കരയിൽ കിടക്കുമ്പോൾ യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് യേശു അങ്ങനെ ചോദിച്ചത്? ഉത്തരവില്ല, കഴിഞ്ഞിരുന്നില്ല. അത് അവന്റെ തെറ്റാണോ അല്ല യേശുവിന്റെ തെറ്റാണോ? കുളത്തിന്റെ തെറ്റാണോ? വീണവനെ വീണ്ടും ചവിട്ടയാണ് നമ്മള്. ഇവിടുത്തെ രോഗിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ 38 വർഷം ഇവർ ഇവിടെ കിടന്ന എന്തിനാ? അല്ലേ? അവന്റെ അടുത്ത് യേശു ചോദിക്കുകയാണ്, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനാണ് ഈ കുളത്തിന്റെ കരയിൽ കിടന്നിരുന്നു എങ്കിൽ യേശു എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഇവിടെ പുഷ്പരാജ,
നിങ്ങൾ പാട്ട് പാടാനല്ലേ പോയെന്ന് പറഞ്ഞേ? ആണോ? പാടാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അവന്റെ ഉത്തരം നോക്കണം കേട്ടോ. ഒരു വലിയ മർമ്മം അതിൻ്റെ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അവന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ? കർത്താവേ, എനിക്കാരുമില്ല. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, സഹോദരിയില്ല, മക്കളില്ല, ഭാര്യയില്ല. ഞാൻ ഒറ്റ തടിയാണ്. എനിക്ക് ആരുമില്ല. അതല്ല അവന്റെ പ്രശ്നം. ആരുമില്ലെങ്കിൽ അവൻ ജീവിക്കും. അവന്റെ വിഷയം നിങ്ങൾ അടുത്ത് വായിക്കുക. എനിക്ക് ആരുമില്ല. അടുത്ത് വായിച്ച് ഉറച്ചു വായിച്ച്. എന്നെ പുറത്ത് കിടപ്പാൻ ആരുമില്ല. അടുത്തത്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ. ശ്രദ്ധിക്കണേ, ഈ മനുഷ്യൻ എഴുന്നേൽക്കാറുണ്ട്, നടക്കാറുണ്ട്, ചെല്ലാറുണ്ട്. നടക്കണമെങ്കിൽ തടവാദമാണോ? അല്ല. പക്ഷപാതമാണോ? അല്ല. ഈ മനുഷ്യൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറ, ഈ മനുഷ്യൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ഇതുവരെ സുഖമാകാത്ത? ഞാൻ തന്നെ ചെല്ലുമ്പോൾ, തമ്പുരാനെ, ഞാൻ 38 വർഷം കൊണ്ട് കിടക്കുക. എപ്പോഴൊക്കെ കുളം കലങ്ങുമോ അപ്പോഴൊക്കെ ഞാൻ ഇരിക്കും. എപ്പോഴൊക്കെ കുളം കലങ്ങുമോ അപ്പോഴൊക്കെ ഞാൻ നടക്കും. ഞാൻ തന്നെ ചെല്ലുമ്പോൾ വിഷയം അടുത്തതാണ്. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ. എന്റെ അർത്ഥം എന്താണെന്നറിയോ? 38 വർഷം കൊണ്ട് ഞാൻ കിടക്കുക. എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തുമ്പോ സീനിയോറിറ്റി പോലും നോക്കുന്നില്ല. ഇന്നലെ വന്നവരുടെ തലയുടെ മുകളിലൂടെ കരുണയുടെ ഭവനം എന്ന പേര്, ഒരു കരുണയില്ലാത്ത, മനസ്സിലായോ? ക്രിസ്ത്യാനി എന്ന പേരിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ അടുത്ത സമയത്തെ കേസുകളൊക്കെ എടുത്ത് നോക്കിയൊക്കെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിൽ സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം കഷായം കൊടുത്തൊരു കൊച്ചിനെ കൊന്നില്ലേ, പയ്യനെ. എന്റെ നാട്ടുകാരനാ, CSI കാരനാണ്, എന്റെ പള്ളിക്കാരനാ. എന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ മഹാദേവനാണ്. പെൺകുട്ടി ഗ്രീഷ്മ വരാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മനസ്സ് തുറന്ന് കർത്താവ് പഠിപ്പിച്ചത് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നീയും ഞാനും ഒരു വിശ്വാസം. 1982 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഒരു പാട്ടുണ്ട്. അത് സിനിമയിൽ വന്നുപോയി. ബൈബിളിലെ ആശയങ്ങൾ വെച്ചൊരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി, ജാതി, മതം, ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്ന സഭയിൽ പോലും ഒന്നും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഇന്നിന് പറയുന്നത് വീട്ടിന്റെ അകത്ത് അപ്പനും അമ്മയും സന്തോഷിച്ചിട്ട് എത്ര ദിവസമായി ക്രിസ്ത്യാനിയാണ്. 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യന്റെ ഹൃദയം ആയുധപ്പുര. ചിരിക്കുന്നുണ്ട്, നമസ്തേ പറയുന്നുണ്ട് ഹൃദയത്തിന്റെ അകത്ത്. അതിലൊരു വരിയുണ്ട് കേട്ടോ, ബൈബിളിലെ വരിയാണ്: സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ. ഉൽപ്പത്തിയിൽ ദൈവം കയ്യിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കയ്യിനെ നിന്റെ, അത് പറഞ്ഞിട്ടാണ് ആരാധന തുടങ്ങേണ്ടത്. 3 ദിവസത്തെ പ്രസംഗം എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കൺവെൻഷൻ സക്സസ് ആയെന്ന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയണമെങ്കിൽ ഞാൻ ചെറിയൊരു ഹോംവർക്ക് ഇടട്ടെ. സ്ത്രീകൾക്കാണ്. എത്ര അമ്മായിയമ്മമാരുണ്ട് ഇതിന്റെ അകത്ത്? അയ്യപ്പൻ കോവിൽ ആരെയും വെച്ചിട്ടില്ലേ? ഓക്കെ, താഴ്ത്തിയിട്ടെ, കൂടുതൽ അവരാ. മരുമക്കൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാ മരുമക്കളും അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ കൺവെൻഷൻ സക്സസ് ആയി. തീരെ ഇറുക്കിക്കളയരുത്. അമ്മ ഉമ്മ ഇതാ കിടക്കുന്ന സാധനം. അച്ഛനെ വിളി, ഡാറ്റി ഫിക്സ് ചെയ്യും. നാളെ കൺവെൻഷൻ ഉണ്ട്, മറ്റന്നാളുണ്ട്. അത് കഴിഞ്ഞിട്ടാവട്ടെ ഈ പരിപാടികളൊക്കെ. മനസ്സ് തുറന്ന് സ്നേഹിക്കുക.
ഒരു ചെറിയ ജീവിതമുണ്ട്. പിണക്കങ്ങളുണ്ടെങ്കിൽ, ശണ്ടകളുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക, ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. അവനാണ് ആര്? 2, സ്ഥിരതയോടുകൂടെ ജീവിക്കുന്നവനാണ് വിശ്വാസി. എന്താണ് സ്ഥിരത? എന്നെയും നിങ്ങളെയും വിളിച്ച ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം വിളിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി എന്നെ ശ്രദ്ധിക്കണേ. കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, വേദനകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, വേർപാട് വന്നാലും എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. അവന്റെ കൈ മുറുകെ പിടിച്ച് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഞാൻ നീ ഒരു പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് എന്നും സന്തോഷമല്ല, എന്നും കഷ്ടതയും അല്ല. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. മനുഷ്യനാണെങ്കിൽ രോഗം വരും, കടം വരും, പ്രയാസങ്ങൾ വരും, മക്കൾ ഒരുപക്ഷെ ശരിയായ രീതിയിൽ വളർന്നില്ലെന്ന് വരാം. ഇതാണ് മനുഷ്യന്റെ ജീവിതം. പോകുന്ന വഴിയിൽ മനുഷ്യന് എന്ത് സംഭവിക്കും ഒരു ഉറപ്പുമില്ല. ജീവിതം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഇത് എന്റെ ദൈവവുമായുള്ള ബന്ധത്തെ സ്ട്രോങ് ആക്കണം. പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ വിവരിക്കാം, അത് വേഗത്തിൽ പറയാം. ഈ 4 പേർ നിസ്സാരമായ വഴിയിലൂടെ അല്ല ഈ ഒരു സൗഖ്യം നേടിയെടുക്കുന്നത്. ഒന്നാമത്തെ പ്രതികൂലം, രോഗിയുടെ മുമ്പിൽ പോയി പറഞ്ഞു, ഇടാ നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാൻ. രോഗി പറഞ്ഞു, ഞാൻ വരത്തില്ല. എത്ര ഡോക്ടർമാരടുത്ത് പോയി, എത്ര വൈദ്യന്മാരടുത്ത് പോയി, ഞാൻ വരത്തില്ല. ആ പ്രതികൂലത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരണം ചെയ്തു. 2, ആ നാട്ടിലൂടെ ഇതാ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക 4 പേർ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇന്നിവിടെ കൺവെൻഷൻ നടക്കുക, നിങ്ങൾ 4 പേര് ചുമന്നുകൊണ്ട് വന്ന നാട്ടുകാർ കളിയാക്കത്തില്ലേ? എല്ലാവരും കളിയാക്കി. 1 ഇഞ്ച് മാറിക്കൊടുത്തില്ല. വീട്ടിന്റെ മുൻപിൽ വന്നു, ഒരൊറ്റ മനുഷ്യൻ മാറിക്കൊടുത്തില്ല. 3 പ്രതികൂലമായ മേൽക്കൂര പൊളിച്ചു. ഈ മേൽക്കൂര പൊളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായി കാണരുത്. പാലസ്തീൻ നാട്ടിന്റെ മേൽക്കൂര ഏകദേശം 2.5 അടി പൊക്കം ഉണ്ടാകും. ഇതല്ല സ്ട്രക്ചർ. 2.5 അടി പൊക്കമുള്ള ഒരു അനുഭവത്തിലാണ് പാലസ്തീൻ നാട്ടിലെ ഭവനങ്ങൾ മേൽക്കൂര പണിയുന്നത്. അടിയിൽ പലക, അതിന്റെ പുറത്ത് മണ്ണിനെ പ്രത്യേകം പരുവപ്പെടുത്തി 2ാമത്തെ ലെയർ, അതിന്റെ പുറത്ത് വൈക്കോൽ പുല്ലുകൊണ്ട് 3ാമത്തെ ലെയർ, അതിന്റെ പുറത്ത് തടിക്കഷ്ണങ്ങൾ പെറുക്കി വെച്ച് 4ാമത്തെ ലെയർ. ഇതാണ് പാലസ്തീൻ നാട്ടിന്റെ മേൽക്കൂര. അടിയിൽ പലക, അതിന്റെ പുറത്ത് മണ്ണിനെ പരുവപ്പെടുത്തി 2ാമത്തെ ലെയർ, അതിന്റെ പുറത്ത് വൈക്കോൽ പുല്ലുകൊണ്ട് 3ാമത്തെ ലെയർ, അതിന്റെ പുറത്ത് തടിക്കഷ്ണങ്ങൾ പെറുക്കി വെച്ച് 4ാമത്തെ ലെയർ. ആദ്യം എന്തെടുത്ത് മാറ്റി? അല്ല, ആദ്യം എന്തെടുത്ത് മാറ്റി? അത് അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കണം. എന്തെടുത്ത് മാറ്റി? പലകയാണോ വൈക്കോലാണോ എന്താണ്? ഉറപ്പിച്ചോ? അവസാനം ശ്രദ്ധിക്കണേ, എനിക്ക് ആ ഒരു ഉറപ്പ് മാത്രം തന്നാൽ മതി. പലക, വൈക്കോൽ, പുല്ല്, അല്ല പലക, പലക, തടിക്കഷ്ണം, വൈക്കോൽ, പുല്ല്, അവസാനം എല്ലാം പോയല്ലേ? പലക, മണ്ണ്, വൈക്കോൽ, പുല്ല്, തടിക്കഷ്ണം. വെരി ഗുഡ്. നിങ്ങളോടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പ്രതികൂലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ മനുഷ്യൻ കളിയാക്കിയാലും, രോഗി നോ എന്ന് പറഞ്ഞാലും, നാട്ടുകാർ മാറി തന്നില്ലെങ്കിലും 2.5 അടി പൊക്കമുള്ള ഒരു മേൽക്കൂര എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ എനിക്ക് നിനക്കും കഴിയുമെങ്കിൽ തോറ്റു കൊടുക്കരുത്. കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെയും മുമ്പിൽ കരയാതെ ഈ മനുഷ്യരെ പോലെ നെഞ്ചു വിളർത്തി നിന്ന് എനിക്കൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ കൈ പ്രാർത്ഥനയോടെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ. ഞാൻ ഒരു മിഷൻ ഫീൽഡിലെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു മിഷൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഒരു സൗകര്യമില്ല, മൈക്ക് സിസ്റ്റം ഒന്നുമില്ല. തറയിലാണ് ജനമിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. ഒരൊറ്റ മനുഷ്യൻ ബൈബിൾ താഴെ വെക്കുന്നില്ല. നെഞ്ചോട് ഇങ്ങനെ ചേർത്ത്
വെച്ചിട്ടുണ്ട്. എന്റെയൊക്കെ സഭയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 19 ബൈബിൾ ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോകാം. കാരണം പിള്ളേർ ഇട്ടിട്ട് പോയാ ആർക്കെങ്കിലും ബൈബിൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ ധാരാളം തരാം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സഭയിലുണ്ട് ഈ പരിപാടി. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് വിശുദ്ധിയോടുകൂടെ ജനം തറയിലിരുന്ന് ഈ ബൈബിൾ തറയിൽ വെക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിലോമീറ്ററുകൾ താണ്ടി വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മലയാളത്തിലാണ് പ്രസംഗം, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒരു അമ്മച്ചി വന്ന സമയം മുതൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ, എനിക്ക് ഭയങ്കരമായ അവരുടെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു. ചില ആരാധനയിൽ അങ്ങനെയാണ് കേട്ടോ, ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയും. ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ശുശ്രൂഷകരെടുത്ത് പറഞ്ഞു എനിക്കൊന്ന് പരിചയപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പോയി പരിചയപ്പെടാൻ വേണ്ടി പോയി. അദ്ദേഹം കൂടെ വന്നു. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, എല്ലാരും വന്നോ വീട്ടിൽ? പക്ഷെ ഈ ചോദ്യം അയാൾ ചോദിച്ചില്ല. അയാൾ വേറെ എന്തൊക്കെയോ ചോദിച്ചു. എന്നെ വിളിച്ചോളെന്ന് പറഞ്ഞു. ആ ചോദ്യം വേണ്ട. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? ഇന്ന് നിങ്ങൾ കേൾക്ക്. ആ ഗ്രാമത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയായി അമ്മച്ചി, ആദ്യത്തെ ക്രിസ്ത്യാനി. 3 പെൺമക്കളും ഭർത്താവും ഉണ്ട് ഈ അമ്മയ്ക്ക്. ഈ അമ്മ ക്രിസ്ത്യാനി ആയതിനു ശേഷം ഈ പെൺമക്കളും ഈ ഭർത്താവും ക്രിസ്ത്യാനികളായി. അവരുടെ ഭവനത്തെ ദൈവാരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ദൈവാരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ആ ഗ്രാമം ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം രാത്രി ഈ ഗ്രാമ തലവന്മാരെല്ലാരും കൂടെ ചേർന്ന് ഈ വീട്ടിന്റെ അകത്ത് വന്ന് ഈ അമ്മയുടെയും ഈ 3 മക്കളുടെയും മുൻപിലിട്ട് ഈ പറയുന്ന ഈ ഭർത്താവിനെ പൊതിരെ തല്ലി. പെൺമക്കളാണ്, അപ്പൻ്റെ അടുത്ത് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. ഈ 3 പെൺമക്കളും ഈ മനുഷ്യന്മാരുടെ കാലുകൾ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ അപ്പനൊന്നും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യർ ഇവരുടെ മുൻപിലിട്ട് ഈ 3 മക്കളെ മാനഭംഗപ്പെടുത്തി കൊന്നു കളഞ്ഞു. സ്വന്തം ഭർത്താവിനെ മുൻപിലിട്ട് കൊല്ലുന്നത് ഈ സ്ത്രീ കണ്ടുകൊണ്ടിരുന്നില്ല. ഇറങ്ങി ഓടി ഈ സ്ത്രീ ഏറ്റവും അവസാനം പോയി കയറിയത് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ഭവനത്തിൽ. ആ മനുഷ്യൻ അകത്ത് പിടിച്ചിരുത്തി, ശബ്ദിക്കില്ലെന്ന് പറഞ്ഞു. ഒരു ബൈബിൾ എടുത്ത് അവരെ കയ്യിൽ കൊടുത്തു. ഇന്ന് ആ ഗ്രാമത്തിലെ ഒരു വലിയ സുവിശേഷ പ്രവർത്തകയാണ് ആ സ്ത്രീ. പ്രശ്നമുണ്ടോ? ഈ സ്ത്രീയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? നമുക്കുള്ളതിനേക്കാളും ഉണ്ടോ? അല്ല, നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പറ. എന്നിട്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ പറയുകയാണ്, യേശു ജീവിക്കുന്നു. ആരാണ് വിശ്വാസി? ജീവിതത്തിൽ ഭാരം വരുമ്പോൾ, കണ്ണുനീരുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വേർപാടുകൾ വരുമ്പോൾ ബൈബിളും മനുഷ്യറിഞ്ഞിട്ട് പള്ളി മാറി മാറി ഓടി പാസ്റ്റർമാരെ മാറി മാറി കണ്ട് അങ്ങനെ ജീവിക്കുന്നവരല്ല ക്രിസ്ത്യാനി, വിശ്വാസി. എനിക്ക് നിനക്കൊരു ദൈവമുണ്ട്. ഉണ്ടോ? ആ ദൈവത്തിന്റെ കൈ മുറുകെ പിടിക്കണം. സഭയല്ല രക്ഷിക്കുന്നത്, മനുഷ്യന്മാരല്ല രക്ഷിക്കുന്നത്. രക്ഷിക്കുന്നത് ആരാണ്? യേശുവാണ്. ഈ ഉറപ്പുണ്ടെങ്കിൽ നീയും ഞാനും ഒന്ന് മനുഷ്യനെ സ്നേഹിക്കണം, 2 അപ്പന്റെ കൈ മുറുകെ പിടിച്ചോളണം. അതിന്റെ വഴിയാണ് പ്രയർ. മുട്ടും മടക്കി കിടന്ന് കര. മനുഷ്യന്റെ മുമ്പിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ, കളിയാക്ക. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി നിലവിളിക്കാൻ, എനിക്കൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ ജീവിക്കാൻ എനിക്കും നിനക്കും കഴിയുമെങ്കിൽ ഞാൻ നീയും ഒരു വിശ്വാസം. അൽത്താരയിൽ കുരിശുണ്ടോ? മറച്ചിരിക്കുന്നവർ കാണാൻ കഴിയും. ഉണ്ടോ? കുരിശുണ്ടോ അൽത്താരയിൽ? ഉണ്ട്. കത്തോലിക്ക സഭയിൽ ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ? കത്തോലിക്ക സഭയിൽ നിന്ന് കല്യാണം കഴിച്ചു വന്നവരോ ഇനി പോകാൻ താല്പര്യപ്പെടുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കത്തോലിക്ക സഭയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉള്ള? അറിയൂ? കത്തോലിക്? യെസ്. കത്തോലിക്ക ആയിട്ടാണോ പുറത്തു ഇരിക്കുന്നത്? ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കത്തോലിക്ക സഭയിലെ കുരിശും ഈ അൽത്താരയിലെ കുരിശും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ കുരിശ് കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഈ സഭയിലെ ആളാണോ? അല്ല. നമ്മുടെ സഭയിലെ ക്രൂശിനെ കാണിച്ചു കൊടുക്കുക എന്താ വഴി? എല്ലാരും എന്നെ തന്നെ നോക്കൂ. ഇതിന്റെ അപ്പുറം ഒരു കുരിശിലിരിക്കല്ലോ.
പൊതുവായിട്ട് പറഞ്ഞ കത്തോലിക്ക സഭയിലെ കുരിശും നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഭയിലെ കുരിശും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇവിടെ ഈ പള്ളിയിലുള്ളവർ പറ ഉണ്ട്. എന്ത് വ്യത്യാസമുണ്ട്? കത്തോലിക്ക സഭയിലെ കുരിശിൽ യേശുവിന്റെ രൂപം ഉണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കുരിശിൽ യേശുവിന്റെ രൂപം ഏത് കൊള്ളാം? നമ്മൾ തന്നെ കൊള്ളാം. കാരണം ഒരു സ്പേസ് ഉണ്ട്. എപ്പോ വേണമെങ്കിലും ഒരാളെ പിടിച്ചു നോക്ക്. എന്തുകൊണ്ട് കത്തോലിക്ക സഭയിലെ ക്രൂശിൽ യേശുവിന്റെ രൂപമുണ്ട്, എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ക്രൂശിൽ യേശുവിന്റെ രൂപമില്ല? ഇതൊരു ദൈവശാസ്ത്രമാണ്, വെറുതെ അല്ല കേട്ടോ. കത്തോലിക്ക സഭക്കാരി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇയാള് പള്ളിയിൽ പോവോ? പള്ളിയിൽ പോയാൽ സഭയ്ക്കകത്ത് കയറിയാൽ ആദ്യം നോക്കുന്ന എവിടെയാ? അൾത്താരിൽ. അൾത്താരിൽ എന്തിനാ? ആണോ? ഒരാള് കത്തോലിക്ക സഭയിൽ പോയി ആദ്യം നോക്കുന്ന എവിടെയാ? ഇവിടെ വൈദിക എങ്ങനെയാണോ നോക്കുന്നേ? പിന്നെ ക്രൂസിൽ. ആ ഒരു ഉത്തരവല്ലേ ഞാൻ പ്രതീക്ഷിച്ചത്, അതല്ലേ പറയണ്ടേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു ദൈവശാസ്ത്രമാണ്. കാരണം ഒരു മനുഷ്യൻ തകർന്ന് വേദനിച്ച് ദൈവാലയത്തിൽ കയറുമ്പോൾ അവന്റെ ആദ്യത്തെ നോട്ടം ക്രൂശിലായിരിക്കണം. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ അത്താരയിലെ ക്രൂശ് വലുതായിരിക്കും. യേശുവിന്റെ രൂപം കാണും, അതിൽ നിന്ന് രക്തത്തുള്ളികൾ കാണും, വിലാപ്പുറത്തുള്ള മുറിവ് കാണും, ശിരസിലെ മുറിവുകൾ കാണും. അങ്ങനെ ഒരു മനുഷ്യൻ തകർന്ന് കർത്താവിൽ നോക്കുമ്പോൾ കർത്താവ് പറയും, പ്രസംഗിക്കും കേട്ടോ കുരിശ്. ഈ കുരിശ് പറയും, നീ എന്തിനാ വേദനിക്കുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഇവിടെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ മരിച്ചത്. നീ തളർന്നു പോകരുത്, നീ ധൈര്യപ്പെട്, ഇത് മതി ജീവിക്കാൻ. ഞാൻ പറയും, പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ക്രൂശ് മറ്റൊന്ന് മോശമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ കൊടുക്കുന്ന വെളിച്ചമാണ്. ദൈവം അവിടെയും പ്രവർത്തിക്കും, ഇവിടെയും പ്രവർത്തിക്കും. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശ് എനിക്ക് അഭിമാനമാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അച്ഛനെ കാണണം, കൈക്കാരന്മാരെ കാണണം, ഒന്ന് പള്ളി തുറന്നു തരാൻ പറയണം. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശിലേക്ക് നോക്കണം. വേറെ ഒന്നും വേണ്ട, ക്രൂശ് പ്രസംഗിക്കും. ക്രൂശ് പ്രസംഗിക്കും. ഈ ക്രൂശ് നിന്നോട് പറയും, നീ എന്തിനാണ് എന്നെ നോക്കുന്നേ? അവൻ ഇവിടെ ഇല്ല. അവൻ, മനസ്സിലായോ? നമ്മുടെ ക്രൂശിന്റെ പേര്, പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശിന്റെ പേര് റിസറക്ഷൻ ക്രോസ്, പുനരുത്ഥാനത്തിന്റെ കുരിശ്. ഒഴിഞ്ഞ കുരിശ്, രൂപമില്ല. എവിടെ വെക്കാൻ മറന്നതല്ല, ആള് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ കർത്താവ് ഇപ്പൊ എവിടെയുണ്ട്? മുകളിലോട്ട് നോക്കരുത്, ഷീറ്റൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ എവിടെയുണ്ട്? ഓൾറെഡി അറ്റ് ദ പ്രസന്റ് ടൈം എവിടെയുണ്ട്? യേശു എവിടെയുണ്ട്? മധ്യേ എന്ന് പറയുമ്പോ അങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇവിടെ നിൽക്കുന്നു, കർത്താവ് അങ്ങനെ ചുറ്റിക്കൊണ്ട് കിടക്കുകയാണ്, അല്ലയോ? മത്തായി സുവിശേഷം 28-ാം അധ്യായം ഏറ്റവും അവസാന വാക്യം, ഞാനോ എല്ലാ നാളും, ദൂരോട്ടല്ല, ഉള്ളിലുണ്ട്, എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും ചവിട്ടി ഭരിക്കാൻ എനിക്ക് നിനക്ക് കഴിയും. രോഗിയാണോ, പ്രയാസത്തിലാണോ, കഷ്ടതയിലാണോ, വേദനയിലാണോ, മക്കൾ ശരിയല്ലേ, ജീവിതത്തിൽ ഇനി ഉയരത്തില്ല എന്നുള്ള അവസ്ഥയിലാണോ, ദൈവവൈതലെ മുട്ടുമടക്കി കരയാൻ നീ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനൊരു സാക്ഷിയാണ് ഞാൻ. വഴിതെറ്റിപ്പോയ ഒരു സാഹചര്യത്തിൽ ഒരു അമ്മ മുട്ടുമടക്കി നിലവിളിച്ചത് കൊണ്ടാണ് ഇന്ന് കർത്താവിന് വേണ്ടി പല സ്ഥലത്തും പോയി ഈ യേശു ജീവിക്കുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നത്. എന്റെ സാക്ഷ്യം പറയാൻ സമയമില്ല കേട്ടോ. പ്രാർത്ഥനയോടെ ഞാൻ പറയുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, അതിനെ മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് എനിക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഞാനും നീയും ഒരാൾ ഉറച്ചു വായിച്ച് 1 കൊരിന്ത്യർ 16:8-9 വാക്യം. ഒരു 5-10 മിനിറ്റ് വായിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, വരാതിരിക്കരുത്. നാളെ എനിക്കിട്ട് പണിയരുത്. ഒന്ന് കൊരിന്ത്യർ തന്നെ അമ്മ വായിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 16:8-9 വായിച്ചാൽ അതെ.
എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ പാർക്കും. ശ്രദ്ധിക്കണേ, ഈ അപ്പോസ്തലനായ പൗലോസ് സുഖത്തിന്റെ നടുവിൽ നിന്ന് സുവിശേഷം പറഞ്ഞ ഒരാളല്ല. അപ്പോസ്തലനായ പൗലോസ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പൗലോസിനെ വേദനിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എഫെസോസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എന്നെ പോലെ ഇങ്ങനെ പ്രസംഗം തട്ടിവിട്ടുകൊണ്ടിരിക്കുക. പ്രസംഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. വാക് സാമർഥ്യവും പരിപാടികളൊക്കെ അറിയാമെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുക. അപ്പൊ ഈ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ പൗലോസിന്റെ കാതിൽ അവിടുത്തെ ഒരു ശുശ്രൂഷകൻ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, നിന്റെ പ്രസംഗം നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. നിന്നെ ആൾക്കാർ തട്ടാൻ കണക്കാക്കിയിരിക്കുക, കൊല്ലാൻ കണക്കാക്കിയിരിക്കുക. മര്യാദയ്ക്ക് പ്രസംഗം നടത്തിയിട്ട് നീ പോകുന്നതാണ് നല്ലത്. മനസ്സിലായോ ഞാൻ പറയുന്ന ആശയം? സുവിശേഷം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പൗലോസിനോട് അവിടുത്തെ സമൂഹം പറയുകയാണ്, നീ ഇനി ഇവിടെ സുവിശേഷം പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, വീട്ടിൽ പോ. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാനെങ്കിലും എന്ത് ചെയ്യും? അതറിയണ്ടേ? ശ്രീയേശുനാമം എന്ന് പറഞ്ഞൊരു പാട്ട് പാടാൻ പറയും. ഞാൻ സൈഡ് വാക്ക് വഴി നിങ്ങൾ പാടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ പറയും ദൈവം അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട്. അല്ല, കാരണം ദൈവം ബുദ്ധി വന്നിരിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മൾ അടവാണ്. പൗലോസ് 3 കാര്യങ്ങൾ പറഞ്ഞു. ജീവൻ തനിക്ക് പ്രശ്നമാകുമെന്ന് പറയുന്ന സമയത്ത് പൗലോസ് പറഞ്ഞ 3 കാര്യം. 1, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ നിൽക്കും. കൊല്ലണമെങ്കിൽ കൊല്ലിന് ദൈവം അറിയാതെ വരാൻ പറ്റും. എവിടെ നിന്ന് കിട്ടി ഈ ചക്കൂര്? അവനാണ് വിശ്വാസം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ പാർക്കും. 2, ദൈവം എനിക്ക് സ്ഥിരവും വലുതുമായൊരു വാതിൽ തുറന്നിട്ടുണ്ട്. ഈ ഞാൻ നിൽക്കുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, ദൈവം വാതിൽ തുറന്നിട്ടാണ്. 3, പ്രശ്നങ്ങൾ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ എന്നും കൂടെ കാണത്തില്ല. ഇന്നത്തെ പ്രശ്നം നാളെ കാണത്തില്ല, അതങ്ങ് പോകും. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, അപ്പന്റെ കൈ പിടിച്ച് ജീവിക്കും. ഇതിന്റെ അപ്പുറം എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. മനുഷ്യരെ സ്നേഹിക്കും. ക്രൂശിന് നോക്കണേ, 2 തടിക്കഷ്ണങ്ങൾ ചേർന്നതാണ് ക്രൂശ്, അല്ലയോ? നെടുകയും കുറുകയും. നെടുകയും, ഈ നെടുകയുള്ള കഷ്ണം പറയുകയാണ് ദൈവത്തിന്റെ കൈപിടി, കുറുകയുള്ള കഷ്ണം പറയുകയാണ് മനുഷ്യനെ സ്നേഹിക്കുക. പ്രഹസനമല്ല ക്രിസ്തീയ ജീവിതം. മനുഷ്യനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നവനാണ് വിശ്വാസി. 2, ദൈവത്തിന്റെ കൈ. ഒരു ചിന്തയും കൂടെ ഞാൻ പറയട്ടെ, വേഗത്തിൽ പറയാം. 3-ാമത്തേത് പറയട്ടെ, ഓന്ന് പറ. അതല്ലേ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ. ത്യജിക്കാൻ തയ്യാറായവനാണ് വിശ്വാസി. കൊടുക്കാനുള്ള മനസ്സുണ്ടാകും. ആദിമ സഭയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരാളെ വിളിച്ചാൽ 1 സെന്റൻസ് പ്രാർത്ഥിക്കും, പോയിരിക്കും. 1 സെന്റൻസ്. ആർക്കെങ്കിലും അറിയാം ആ സെന്റൻസ്? ഇന്ന് 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ആ സെന്റൻസ് ഇല്ല. ഒറ്റ സെന്റൻസ്. ആദിമ സഭയ്ക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കണ്ടാൽ കൊന്നുകളയും. പീഡനങ്ങളുടെ കാലഘട്ടമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സഭ എന്നിങ്ങനെ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. ഈ സമയത്ത് ആദിമ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ. എന്താണ് ആ പ്രാർത്ഥന? യെസ്, ആമേൻ കർത്താവേ. ഇന്ന് നമ്മള് ആ പ്രാർത്ഥന ഉണ്ട്, ശൈലി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ആമേൻ കർത്താവേ വല്ലതും ഇവിടുന്ന് കൊടുക്കണം. ഒരു പരിപാടിയില്ല. കൊണ്ടുവാ 24 മണിക്കൂറും എനിക്ക് വേണം. കൊടുക്കാനുള്ള മനസ്സുണ്ടോ? പണപ്പിരിവല്ല ഞാൻ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളുടെ മഹായുദ്ധ കൺവെൻഷനിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ പാഠ്യവസ്തു കൊടുത്ത് നോക്കി, ഈ വർഷത്തെ പാഠ്യവസ്തു നോക്കി. ഹെൻറി ബേക്കർ ജൂനിയർ തൊട്ട് ഇവരൊക്കെ കൊടുത്തവരാ.
വാങ്ങിച്ചവരല്ല. ഇവരൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ മനോഹാരിതമായ സ്ഥലം ഇന്നിവിടെ സന്തോഷത്തോടെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വില്യം കേറി എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. അറിയോ വില്യം കേറി? ഈ വില്യം കേറി വിദേശ നാട്ടിലായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ ഭാരതത്തിൽ പോ. വില്യം കേറി ഭാര്യ ഡൊറോത്തി 3 പിള്ളേര് വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് പോകാം. അവര് ടൂറെന്ന് വിചാരിച്ചു. വണ്ടി കയറി കപ്പലിലാണ് യാത്ര. പോകുന്ന വഴിയിൽ മാസങ്ങളോളം യാത്രയാണ്. മൂത്ത കുഞ്ഞിന് അസുഖം വരുന്നു, കുഞ്ഞ് മരിക്കുന്നു. കുഞ്ഞിന് അടക്കാൻ സ്ഥലമില്ല. കപ്പലിൽ എവിടെ അടക്കും? കുഞ്ഞിന്റെ കാലോട് പിടിച്ച് അപ്പനും അമ്മയും കടലിൽ വലിച്ചെറിഞ്ഞു. വീണ്ടും യാത്ര. രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു. രണ്ടാമത്തെ കുഞ്ഞിനെയും കടലിൽ വലിച്ചെറിഞ്ഞു. മൂന്നാമത്തെ കുഞ്ഞ് മരിച്ചു. മൂന്നാമത്തെ കുഞ്ഞിനെയും കടലിൽ വലിച്ചെറിഞ്ഞിട്ട് കൊൽക്കത്തയുടെ മണ്ണിൽ വന്ന് വില്യം കേറി കാല് ചവിട്ടുമ്പോൾ ഭാര്യ മാനസിക രോഗി. ഈ ഭാര്യയെ ചേർത്ത് പിടിച്ചു കേട്ടോ സുവിശേഷം പറഞ്ഞു. 7 വർഷം പറഞ്ഞു. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല. തിരിഞ്ഞു പോലും നോക്കിയില്ല. ഭാര്യയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നു. ഈ മനുഷ്യനുണ്ടല്ലോ ഒരു തീരുമാനം എടുത്തു. ട്രാൻസ്ലേഷൻ രംഗത്തിറങ്ങാം. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിഘണ്ടുകൾ ഇറക്കി. പെൺകുട്ടികൾക്ക് പഠിക്കാൻ വോയിസ് ഇല്ല. ഇന്ന് പിള്ളേരെ പഠിക്കാൻ വിട്ടാൽ പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ. അന്ന് പഠിക്കാൻ പോകാൻ പാടില്ല. 200 സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ വില്യം കേറിയുടെ കഠിന പ്രയത്നമുണ്ട്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടണം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോ? ചിലർ പറയണം, അല്ലാതെ തന്നെ ഞാൻ ചിതയിലാണ്. എല്ലാം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഒരു സാഹചര്യത്തിൽ രാജാറാം മോഹൻ റായ് എന്ന് നിങ്ങൾ പഠനത്തിൽ പറഞ്ഞാലും എന്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1801 ആദ്യത്തെ പ്രബന്ധം എഴുതി സതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയ വ്യക്തി വില്യം കേറിയാണ്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു നടത്താൻ. ഇന്ന് ഈ പള്ളിയിൽ വില്യം കേറി സാക്ഷ്യം പറയാൻ വന്നാൽ എന്ത് പറയും? ഞാൻ കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് എന്റെ 3 മക്കൾ മരിച്ചു, എന്റെ ഭാര്യ മാനസിക രോഗിയായി. ഇതാണ് വില്യം കേറിയുടെ സാക്ഷി. നിന്റെ സാക്ഷി എന്ത്? ഒന്നുമില്ലായിരുന്നു. എനിക്കിപ്പോ വീടായി, കാറായി, ലോറിയായി. എനിക്ക് കുറെ കിട്ടിയ കണക്കിന് മാത്രമേ പറയാറുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്ത് നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞു? നല്ല പിള്ളേരെ ദൈവം തന്നപ്പോൾ ഈ പിള്ളേരെ ദൈവനാമത്തിന് കൊടുക്കാൻ കഴിഞ്ഞോ? ആരോഗ്യമുള്ള ഒരു ശരീരം തന്നപ്പോൾ ഈ ശരീരം ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞോ? കിട്ടുന്ന കണക്കല്ല. എനിക്ക് നിങ്ങളുടെ മഹായിടവയിൽ എനിക്ക് വളരെ സ്നേഹിതനായ ഒരു അച്ഛനുണ്ട്, സതീഷ് വിൽസൺ അച്ഛൻ. അറിയാമല്ലോ. അച്ഛൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ പറഞ്ഞു കേട്ടോ. കഥയല്ല, ഏതോ ഒരു പള്ളിയിൽ വലിയ ഉത്തരം ചുമന്ന കുറച്ചു പേരുടെ കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അത് എളുപ്പം തോന്നി. കാരണം ആ പള്ളിയില് ഒരു വലിയ ഉത്തരം വെക്കാൻ വേണ്ടി കുറച്ച് യുവാക്കളെ കൊണ്ടുപോയി പോലും. അപ്പൊ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ഉത്തരം ചുമന്നുകൊണ്ട് വരാ. ഇനി ഒരു വലിയ ചെളിക്കുണ്ട് കടന്നു വേണം വരാൻ. ഈ പിള്ളേരെല്ലാം മുഷിഞ്ഞ വസ്ത്രം, കാരണം ചെളിക്കുണ്ടിന്ന് ഈ ഉത്തരം ഇഞ്ഞ് വന്നപ്പോൾ ഒരുത്തൻ മാത്രം നല്ല ടിപ്പായിട്ട് നിൽപ്പുണ്ട്. ഇവരെ കൂടെ വന്ന ആളാണ്, പക്ഷെ അവരുടെ ദേഹത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരിക്കും. ഒരു ചെളിയോ ഒരു കറയോ ഇല്ല. അപ്പൊ എല്ലാവരും അത്ഭുതത്തിൽ നോക്കി. ഇവൻ ഇങ്ങനെ സംഭവം എങ്ങനെ അറിയാമോ? ഇവൻ നടുക്ക് തൂങ്ങി കിടന്നു. മറ്റുള്ളവരെല്ലാം കൂടെ ചുമന്നുണ്ട്. നമ്മൾ പലപ്പോഴും തൂങ്ങി കിടക്കുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ധൈര്യം എങ്ങനെയെങ്കിലും ഞാൻ സുരക്ഷിതനായിട്ട് അങ്ങ് ഒന്നാതെ ഇവനെ എടുത്തുകൊണ്ട് നടക്കേണ്ട പരിപാടിയെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതും ഒരു കൃപയാണ് കേട്ടോ. ഒരിടവും നനയാതെ എത്തുക എന്ന് പറയുന്നത്. കൊടുക്കാൻ കഴിയുമോ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവനാണ് വിശ്വാസം. ഞാൻ നടത്താം. ഇനി പ്രിയ മുമ്പത്തിലെയാകാം. വേണ്ട, മനസ്സ് തുറന്ന് മനുഷ്യനെ സ്നേഹിക്കണം. അല്ലാതെ ഇവിടെ വന്ന് 5 പാട്ട് പാടിയാൽ അതൊരു വിശ്വാസ ജീവിതമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാടുന്നത് ഒന്നും തെറ്റല്ല കേട്ടോ. കൂട്ടായ്മകളാച്ചിരിക്കും. കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെടാം. പക്ഷെ വീട്ടിന്റെ അകത്ത് അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കെ ആരും ഇവിടെ പൂർണ്ണരൊന്നും അല്ല. എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. വിട്ടുകൊടുക്കുക.
ഇന്നൊരു തീരുമാനം എടുക്കണം. തമ്പുരാനെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതിന്റെ അകത്തുള്ളവരുമായിട്ട് ഞാനൊരു നിരപ്പ് പ്രാപിച്ചിട്ടേ പോകും. വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ഇതുവരെ മിണ്ടാതിരിക്കുന്ന എന്റെ അമ്മായി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് തീരെ ഇറുക്കത്തില്ല. പ്രതിജ്ഞകളൊക്കെ എടുത്തോളണം. മനസ്സ് തുറന്ന് സ്നേഹിക്കും. നിന്റെ ഒരു വിളി കേൾക്കാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. നിന്റെ ഒരു ചിരിക്ക് വേണ്ടി കൊതിക്കുന്ന ആൾക്കാരുണ്ട്. സ്നേഹിക്കുമ്പോഴും ചില പിള്ളേര് മറ്റേ സ്നേഹം പറയും. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് ഞാൻ റിപ്ലൈ അയക്കും, ഐ ലവ് യു. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞത്, സുവിശേഷകർ പറഞ്ഞതാണ്. സ്നേഹിക്കുക. 2, പ്രശ്നങ്ങൾ വരും. റിയാലിറ്റിയാണ്. കഷ്ടമുണ്ട്. എന്റെ ജീവിതത്തിൽ ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാൻ സമയമില്ല. ഒരു വേർപാടുണ്ടായി എന്റെ വീട്ടിൽ. ഈ ബൈബിള് വലിച്ചെറിഞ്ഞിട്ട് ഏത് ദൈവമെന്ന് ചോദിച്ച കാണാം. സത്യം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്നേ. അന്ന് എന്നെ ശക്തീകരിച്ച ആ രാത്രിയിൽ കൊല്ലം കൊട്ടാരക്കരയുടെ തിരുമേനിയായിരുന്ന ഉമ്മൻ ജോർജ് തിരുമേനി ആ രാത്രി വന്നൊരു ധൈര്യമുണ്ട്. അതേ ധൈര്യം ഞാൻ നിങ്ങൾക്ക് പകരുകയാണ്. നിൽക്കേ, അപ്പന്റെ കൈ പിടിച്ച് നിൽക്കുക. ദൈവം തള്ളിക്കളയത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തൻ. 3, അവന് വേണ്ടി കൊടുക്ക്. പണം എന്ന് ഞാൻ പറയത്തില്ല. പണം ആലോചിച്ച് കൊടുക്ക്. നിന്റെ സമയം കൊടുക്ക്, നിന്റെ ആരോഗ്യം കൊടുക്ക്, നിന്റെ വായു കൊടുക്ക്, നിന്റെ ഹൃദയം കൊടുക്ക്, നിന്റെ ജീവിതം കൊടുക്ക്. അവനാണ് വിശ്വാസം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ആരാധന തുടങ്ങിയ സമയത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ വന്നില്ലേ? അമ്മ ഇതിനകത്തുണ്ടോ? ആ ഭാഗത്തോട്ടാ കയറിയേ? പുറത്തു പോയോ? ആ, അമ്മ പുറകിൽ ഇരിക്കുന്നല്ലേ. കുഞ്ഞിന്റെ പേരെന്താ? ജിനിഷ. അയ്യോ, കേട്ടില്ല. ജിജിഷ. ജിജിഷയ്ക്ക് എത്ര വയസ്സായി? എത്ര? കുഞ്ഞിനെ എനിക്ക് തരുമോ? എനിക്ക് വെറും 3 പിള്ളേരെ ഉള്ളൂ. ആ കുഞ്ഞിനെ എനിക്ക് തരുമോ? എത്ര മക്കളുണ്ട്? ആ, തരുമോ? ഉറച്ചു പറ. ഞാന് ഇപ്പോ ഇത്രയും പേര് മുമ്പ് വെച്ച് എനിക്കത് ഒരുപാട് സമ്പത്തൊന്നുമില്ല. ഉള്ള സമ്പത്തിന്റെ 4-1 വീതിച്ചു കൊടുക്കാം. പക്ഷെ എന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആ കൊച്ചു തരുമോ? നല്ല വേഷം കൊടുക്കാം, നല്ല വസ്ത്രങ്ങൾ കൊടുക്കാം. തരുമോ? എന്തുകൊണ്ട് തരില്ല? ഒരമ്മ പറയുകയാണ്, ഒരിക്കലും തന്റെ കുഞ്ഞിനെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞാലും നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കുന്നവരൊന്നുണ്ട്. SITയുടെ മുൻപില് ജനിച്ച കുഞ്ഞിനെ ഉറുമ്പിന് വേണ്ടി എടുത്തെറിഞ്ഞു കൊടുത്തിട്ട് പോയ അമ്മമാരുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിക്ക് തന്നോ? വളർത്താനല്ല, തകർക്കാൻ. KG ഡാനിയേൽ തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സ്വന്തം പുത്രനെ നൽകി സ്നേഹിച്ച ദൈവം. പെട്ടെന്ന് മേച്ചാൽ കൺവെൻഷൻ ചിന്തിച്ച സ്വന്തം പുത്രനെ അമ്മ കൊടുക്കത്തില്ല, അപ്പനും കൊടുക്കത്തില്ല, പക്ഷെ ദൈവം തന്നു. തിരിച്ച് നീ എന്ത് ചെയ്തു? കർത്താവ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നീ മനുഷ്യനെ സ്നേഹിച്ചോ? 2, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നെ തള്ളി പറയാതെ ജീവിച്ചോ? എന്റെ കൈ മുറുകെ പിടിച്ച് ജീവിച്ചോ? 3, ത്യജിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ അകത്ത് ആരെങ്കിലും വേദനിക്കുന്നെങ്കിൽ, കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ 100% ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പറയും, ദൈവത്തിന് നിന്നിലൂടെ വലിയ പ്രവൃത്തി ചെയ്യണം. കാരണം പട്ടുമെത്തയിൽ ഇരുന്ന് സുവിശേഷം പറയുന്നതല്ല സുവിശേഷം. കഷ്ടതയിൽ പറയണം. ദൈവം അത് നിന്നെ വാർത്തെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയട്ടെ. എല്ലാ കണ്ണുകളോടെയട്ടെ. ഇതൊരു സമർപ്പണത്തിന്റെ സമയമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടപ്പോൾ പക്ഷപാത രോഗിക്ക് നടക്കാൻ കഴിഞ്ഞു. ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, കർത്താവ് ഈ രാത്രി നോക്കുമ്പോൾ നമ്മിൽ ആ വിശ്വാസം കാണുന്നു? തമ്പുരാനെ, എനിക്ക് ആരോടും പിണക്കമില്ലാതെ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ. ആരോടും പിണങ്ങാതെ എല്ലാവരെയും സ്നേഹിച്ച്
എല്ലാവരെയും സ്നേഹിച്ച് അങ്ങനെ ഒരു കൃപ എനിക്ക് താങ്ങാതെ. കർത്താവ്, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ എനിക്കൊരു ദൈവാലയമുണ്ട്, എനിക്കൊരു വീടുണ്ട്, മുട്ടുമടക്കി കരയാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രതികൂലം വരില്ലെന്ന് ആരും പ്രാർത്ഥിക്കരുത്. പ്രതികൂലം വരും, വന്നാലേ ജീവിതാകത്തുള്ളൂ. നാട്ടുകാർ കളിയാക്കും. മാത്രമല്ല, സമൂഹത്തിൽ നീ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ നടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേൽക്കൂരയുടെ വലിപ്പം വലുതായിരിക്കും. തടി മാറ്റേണ്ടി വരും, വൈക്കോല് പുല്ല് മാറ്റേണ്ടി വരും, മണ്ണ് മാറ്റേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. അതിന്റെ നടുവിൽ നീ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കൊടുക്കാനുള്ളൊരു മനസ്സ്, കൊടുക്കാനുള്ളൊരു മനസ്സ്. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിയുന്നു ഞാൻ. ഈ അറിവ് മതി. ഇന്നലകൾ നീ എനിക്ക് തന്ന വേദനയെല്ലാം നിന്റെ സ്വന്തമാകാൻ വേണ്ടി, നിന്റെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ നീ ഒരുക്കുകയല്ലായിരുന്നു പിതാവേ. ചില വേർപാടുകൾ തന്ന്, ചില പ്രശ്നങ്ങൾ തന്ന്, ചില കണ്ണുനീരുകൾ തന്ന് ദൈവമേ ഒരു പ്രവാചകനാക്കി എന്നെ നീ രൂപപ്പെടുത്തുകയല്ലായിരുന്നു. ഇതിന്റെ അകത്ത് തകർന്നിരിക്കുന്ന എല്ലാ മക്കളും ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. തമ്പുരാനെ, എന്താണ് ഞാൻ ചെയ്യേണ്ട ദൗത്യം? ഇനി ഞാനൊരു പ്രഹസനമായ ഒരു വിശ്വാസിയായി ജീവിക്കാൻ തയ്യാറാകുന്നില്ല. മനുഷ്യരെ പറ്റിക്കാൻ കഴിയും, പക്ഷേ എനിക്ക് എന്റെ ദൈവത്തെ പറ്റിക്കാൻ കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, അവന്റെ സന്നിധിയിൽ എല്ലാം നഗ്നവും മലർന്നതുമാണ്. അവനെല്ലാം അറിയാം. സമർപ്പിച്ചു കൊടുക്കുക. ഏതെങ്കിലും വ്യക്തികൾ ശാരീരികമായി ബലഹീനത നടുവിൽ ഇതിന്റെ അകത്തായിരിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പറയട്ടെ, രോഗം ബാധിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കരം എടുത്തു വെക്കുക. കാരണം ആ കരം സൃഷ്ടിച്ചത് ദൈവമാണ്. നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും. നീ പ്രാർത്ഥിക്ക്. ഇന്ന് നീ വിടുതലുമായി കടന്നു പോകും. കാരണം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. സമർപ്പിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിച്ച് ഇന്നത്തെ വചന ധ്യാനം നടത്തുന്നു. ആര് എന്റെ യേശുവിനെ പ്രസംഗിക്കും? ആര് എന്റെ കർത്താവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കും? ഒരു നല്ല വിശ്വാസിയായി ആര് ജീവിക്കും? ഗായക സംഘത്തിലിരിക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശുശ്രൂഷ കർത്താവിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഹൃദയത്തിൽ ആരോടെങ്കിലും ഒക്കെ ദൈവം സംസാരിക്കുന്നെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുക. നൈവേദ്യമേകിടാം, നറുമലരായിടാം, സ്വർലോകനാഥനേ സർവേശ്വരാ. നൈവേദ്യമേകിടാം, നറുമലരായിടാം, സ്വർലോകനാഥനേ സർവേശ്വരാ. നിന്ദുവ്യശോഭയിൽ എന്നെ നടത്തുവാൻ സ്നേഹത്തിൻ താളമായി നീ വരില്ലേ നാഥാ, നീ വരില്ലേ? കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ പുത്രനെ നൽകി നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഒരമ്മ തന്റെ കുഞ്ഞിനെ കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ അത് അമ്മയുടെ സ്നേഹമാണ്. നീ നിന്റെ സ്വന്തം മകനെ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ. ജീവൻ കൊടുത്ത് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഹെൻറി ബേക്കറിനെ പോലെയുള്ള വ്യക്തികൾ
ഈ ദേശത്ത് വന്ന് സുവിശേഷം കൊടുത്തപ്പോൾ ഈ ദേശം ശക്തിപ്പെട്ടു. ഇതിന്റെ അകത്ത് നിന്ന് അതുപോലത്തെ വ്യക്തികൾ ഉണ്ടാകാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ പ്രാർത്ഥിച്ചേ. തമ്പുരാനെ, ഈ കാലഘട്ടത്തിൽ ഇണങ്ങിയ 1000 നീ എന്നെ രൂപപ്പെടുത്തണമേ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ മേൽ അയക്കണമേ. കഷ്ടതകളും വേദനകളും ഭാരങ്ങളും നെടുവീർപ്പുകളും ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്രയെ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമേ. തിരുഹിതമാണെങ്കിൽ നാളെയും രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും അപ്പന്റെ മുഖത്തേക്ക് നോക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് കൃപയുടെ കരങ്ങൾ അടിയങ്ങളെ താങ്ങണം. സ്വർഗീയ നല്ല പിതാവേ, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകരുത്. വചനം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രശ്നം മാറുകയില്ലേ എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം, ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുക, ദൈവം നിന്നെ നടത്തും. പ്രശ്നം മാറിയാലും ഇല്ലെങ്കിലും, അല്ലേ? ശദ്രക മേശക്കും അഭേദ്രകവും പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അടുത്ത വാക്ക്, ഇല്ലെങ്കിലും. അവിടെയാണ് വിശ്വാസം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ വിട്ട് ഒരിഞ്ചു മാറില്ല. സന്തോഷം വെച്ചാൽ ഇങ്ങനെയൊക്കെ വചനം കേൾക്കാനിരുന്നതിന് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ദൈവത്തോട് കൂടെയുണ്ട്. പരസ്പരം പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ശക്തീകരിക്കുവാനാകുന്നു.